നമുക്ക് എന്തുകൊണ്ട് ഈ നാരീശക്തി അല്ലെങ്കിൽ വനിതാ ദിനത്തിന് പ്രാധാന്യം നമ്മുടെ നാട്ടിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ വലിയ തോതിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന അപലകളെന്നോ ചപലകളെന്നോ ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം, എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇതിൽ നിന്നൊക്കെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സ്ത്രീകൾക്കും പങ്കുവഹിക്കാനാകുമെന്ന് കണ്ട് സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പരിപാടികളിലൂടെ പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളിലധികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ മുന്നേറ്റം. പക്ഷേ ഇതിലെപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ കേരളം എപ്പോഴും ഡിഫറൻ്റായി നിൽക്കുമെന്ന്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ ഇന്ത്യയുടെ മൊത്തം കണക്കിൽ നിന്ന് മുന്നോട്ടാണ് കേരളം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ പിന്നോട്ടാണെന്ന് പറയേണ്ടി വരും. നമുക്ക് ഏറ്റവും ആശങ്ക ഇവിടെ നമ്മുടെ കേരളത്തിൽ വനിതകൾ ഇപ്പോൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ആശങ്കയുണ്ട്, എത്ര സ്ത്രീകൾ എവിടെയൊക്കെ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതൊരു വലിയ ആശങ്കയെ നമ്മൾ വലിയ പുരോഗമനം പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ അതിങ്ങനൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ കഥ വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഉദാഹരണം നമുക്ക് പറയാം. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമര പന്തൽ സജീവമായിട്ടുണ്ട്. അവർ ഒരു കൂട്ടം സ്ത്രീകളുടെ അതിജീവന സമരമാണത്. അവർക്ക് നേരെ എന്തൊക്കെ നടപടികളാണ് എടുത്തത്? കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് പോട്ടെ, അവരെ അപമാനിക്കാനും അശ്ലീല പദപ്രയോഗങ്ങളിലൂടെ അപമാനിക്കാൻ വരെ ശ്രമിക്കുന്ന ഭരിക്കുന്ന നേതാക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അതിജീവന സമരത്തിൻ്റെ 27ാം ദിനത്തിലേക്കാണ് എത്തുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ചാണ്. കൂടുതൽ പ്രവർത്തകരെയും വിവിധ വനിതാ സംഘടനകളുടെ പ്രതിനിധികളെയും ഒക്കെ പങ്കെടുപ്പിച്ച് ഇന്ന് മഹാസംഗമം നടത്തുന്നുണ്ട്. അങ്ങനെ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ആശമാർ. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് തത്സമയം നൽകാൻ ഒരുങ്ങുന്നത് നമ്മുടെ അടുത്ത ഒരു നാരീശക്തിയാണ്, തിരുവനന്തപുരത്തിൻ്റെ നമ്മളെയൊക്കെ നയിക്കുന്ന ഒരു നാരീശക്തി എന്ന് പറയേണ്ടി വരും. ടിൻഡു, അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. വനിതാ ദിന ആശംസകൾ ഞങ്ങളുടെ വകയും. വീണ, അനു, രണ്ടുപേർക്കും വനിതാ ദിന ആശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും ആശയില്ലാത്ത സെക്രട്ടേറിയറ്റ് പടിക്കലാണ്. കഴിഞ്ഞ 27 ദിവസമായി കൊട്ടിയടച്ച ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിന് മുന്നിൽ ഇവരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുകയാണ്. ഒരു അധികൃതരും അല്ലെങ്കിൽ ഒരു അധികാരികളും ഇവരുടെ ശബ്ദം കഴിഞ്ഞ 27 ദിവസമായി കേൾക്കുന്നില്ല. ഒരു സ്ത്രീ സാമ്പത്തികമായിട്ട് എന്ന് ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ സ്വതന്ത്രമാകുമോ അന്ന് മാത്രമേ ആ സ്ത്രീക്ക് മുന്നോട്ട് ജീവിക്കാൻ ഉള്ള ഒരു കരുത്ത് കിട്ടും. അതുപോലെ സാമ്പത്തികമായി സ്വതന്ത്രമാകാൻ അവർ ചെയ്ത ജോലിയുടെ വേതനം ആവശ്യപ്പെട്ടുകൊണ്ട്, അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 27 ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്തിട്ടും അവരെ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ കേട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് വനിതാ മഹാസംഗമങ്ങൾ നടത്തി. എന്നിട്ടും കണ്ണു തുറക്കാത്തൊരു സർക്കാരിൻ്റെ മുന്നിലാണ് കഴിഞ്ഞ 27 ദിവസമായിട്ട് ഇവർ സമരമിരിക്കുന്നത്. നമുക്കിന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രാവിലെ തന്നെ ഈ 27ാമത്തെ ദിവസം സമരപന്തലിലേക്ക് അവരുടെ കേരളത്തിൻ്റെ ആശമാർ അവർ എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊന്നും ഇവർ പറഞ്ഞതും ഇവരാവശ്യപ്പെടുന്നതൊന്നും സർക്കാരും കേട്ടിട്ടില്ല, അധികാരികളും കേട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് കേൾക്കേണ്ടവർ തന്നെ വിമർശിക്കുന്നു എന്നതാണ്. നിരവധി തവണ ഈ പ്രശ്നം നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയിൽ വന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ ഈ പ്രശ്നം കണ്ടത് നടിക്കാനോ അവർ കണക്കുകൂട്ടിയിട്ടില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ആശാവർക്കർമാർക്കെതിരെ സർക്കാരും സർക്കാരിൻ്റെ പ്രതിനിധികളും ഉയർത്തിയിട്ടുള്ളത്. നമുക്കറിയാം കൊറോണ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ സർക്കാരിനെ പിടിച്ചു നിർത്തിയതും അതുപോലെ സർക്കാരിൻ്റെ അഭിമാനത്തിന് ഒരുപക്ഷെ കാരണമായതും ഈ ആശാവർക്കർമാരാണ്. ആ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന സമരം അതൊരു ഘട്ടത്തിൽ ചർച്ചയെ ഇങ്ങനെ പിടിക്കാമായിരുന്നു. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റുന്നതും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതൊക്കെ ചർച്ചയുടെ ഭാഗമായിട്ട് ഉരുത്തിരിയേണ്ട വിഷയമാണ്. സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ഏതൊരു അവകാശ സമരങ്ങളും അധികാരികളുമായി ചർച്ച ചെയ്ത് രണ്ടുപേർക്കും ഉതകുന്ന രീതിയിൽ തീരുമാനത്തിലേക്ക് എത്തി അത് സമരം അവസാനിപ്പിക്കുകയാണ് പതിവ്. പക്ഷേ ആശാവർക്കർമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് 23,000-ഓളം ആശാവർക്കർമാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാതെ, അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാതെ കഴിഞ്ഞ 27 ദിവസമായിട്ട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥ, ആ അനാസ്ഥ ഒരുപക്ഷെ ഇന്നെങ്കിലും ഒരുപക്ഷെ
വനിതകൾക്ക് നീതി കിട്ടേണ്ട ഒരു ദിവസമാണ്. ഈ നീതി കിട്ടേണ്ട ദിവസം പോലും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. ഈ കൊട്ടിയടച്ച സെക്രട്ടേറിയറ്റിന് പടിക്കൽ കഴിഞ്ഞ 27 ദിവസമായിട്ട് ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സേവ് ആശാ വർക്കേഴ്സ് എന്ന ക്യാമ്പയിനുകൾ തുടങ്ങിയിട്ടുണ്ട്. തീവ്ര ഇടത് ആശയങ്ങളുള്ള സിനിമാ താരങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ ഈ ആശാവർക്കർമാരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പയിനുകളുടെയൊക്കെ ഭാഗമാവുന്നുണ്ട്. CPM സംസ്ഥാന സമ്മേളനത്തിൽ പോലും വീണ ജോർജിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഈ അവകാശ സമരത്തെ, അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്ന സമരത്തെ എന്തുകൊണ്ട് ഇവർ അടിച്ചമർത്തുന്നുവെന്ന് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 27 ദിവസമായിട്ട് വിവിധ രീതിയിൽ ഇവർ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു കണ്ണു തുറക്കുന്നൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കുറഞ്ഞ വേതനത്തിൽ, വളരെ കുറഞ്ഞ ഓണറേറിയത്തിലാണ് ഇവർ ഇവിടെ ജോലി ചെയ്യുന്നത്. ഒരു ആശയ്ക്ക് 1000 ജനസംഖ്യ എന്ന രീതിയിലാണ് ഒരു വാർഡ് അല്ലെങ്കിൽ 2 വാർഡ് നിജപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ജോലികളും അവരുടെ വീട്ടിലെ ആവശ്യങ്ങളും അവരുടെ കുടുംബത്തെയും വേണ്ടത് വെച്ച് സർക്കാരിൻ്റെ ഡാഷ്ബോർഡുകളിൽ കണക്കുകൾ വൈകിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഹോരാത്രം മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവർ കഴിഞ്ഞ 27 ദിവസമായിട്ട് ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ നമുക്ക് ഏറ്റവും പരിചിതമായിട്ട് മുഖമാണ്. 27ാമത്തെ ദിവസമാണ് സമരം. ഇന്നെന്താണ് ഈ വനിതാ ദിനത്തിൽ, സന്തോഷമുള്ള വനിതാ ദിനമല്ല, ഈ വനിതാ ദിനത്തിൽ എന്താണ് നിങ്ങളൊരു സമര പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ വലിയ രീതിയിലോട്ട് സമര പരിപാടി കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? സമരപരിപാടി എന്ന് പറഞ്ഞ് 27 ദിവസമായി കേരള സർക്കാർ കണ്ണ് തുറന്നിട്ടില്ല. നമ്മുടെ ആരോഗ്യമന്ത്രി ഞങ്ങളുടെ വകുപ്പിൻ്റെ ആരോഗ്യമന്ത്രിയാണ്. എന്നിട്ട് യാതൊരുവിധ പ്രയോജനം ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയില്ല. ചർച്ചയ്ക്കായിട്ട് വിളിച്ചതുമില്ല. അവരുടെ പാർട്ടി കോൺഗ്രസ്സൊക്കെ കൊല്ലത്തൊക്കെ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യസമയത്ത് ആശമാരുടെ വിഷയത്തിൽ ഇടപെട്ടില്ല. അതുകൊണ്ടാണ് സമരം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നീണ്ടുപോയതെന്ന് അവർക്കിടയിൽ തന്നെ മുറിവുറുപ്പുകളുണ്ട്. അത് ഉണ്ടാവാൻ കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള മനുഷ്യരും ആശമാരിലേക്ക് ഉറ്റുനോക്കുന്നു. അവർക്ക് എപ്പോഴാണ് ഒരു മോചനം, ശരിക്കും അവരങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും അവിടെ നിന്നൊരു മോചനം കിട്ടുന്നത്. അത് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളെ സമരത്തിലേക്ക് സർക്കാർ തന്നെ തള്ളി ഉന്തി വിട്ടതാണ്, അല്ല ഞങ്ങൾ സ്വയം പ്രഖ്യാപിച്ച് വന്നതല്ല. അവരെ കൊണ്ടുവന്നത്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ നിവേദനം അവരെ കൊടുത്തതായിരുന്നു. ഞങ്ങൾക്ക് ഈ 232 ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഈ 232 രൂപ ഈ സാധനങ്ങളുടെ വിലയിൽ എങ്ങനെ ജീവിക്കും? ഇവർ ഈ പറയുന്ന വലിയ വലിയ തുകകളൊക്കെ പറയുന്നുണ്ട്. ഈ 13,500 15,000 എന്നൊക്കെ എല്ലാ ആശയ്ക്കും കിട്ടാറില്ല. അത് ഒരുമിച്ച് കിട്ടുന്ന തുകയുമല്ല. ഞങ്ങൾ വിവിധ ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളോ ഗർഭിണികളോ എവിടെയെങ്കിലും കൂടുതലുള്ളവർക്ക് കിട്ടുന്ന ഒരു തുകയാണെങ്കിൽ അത് എല്ലാവർക്കും കിട്ടുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ പണിയെടുക്കുന്ന എല്ലാ ആശാ വർക്കേഴ്സിനും ഒരേ വേജസ്, മിനിമം വേജസ്, എല്ലാവർക്കും തുല്യ വേതനം, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നതാണ് കിട്ടുന്നത്. ഞങ്ങൾ മറ്റു ജോലികളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. സർക്കാരിന് എത്രയും പെട്ടെന്ന് ഞങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാകണം. ഞങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കണം, ഞങ്ങളോട് സംസാരിക്കണം. പ്രത്യേകിച്ച് ഇന്നൊരു വനിതാ ദിനം ആയതിൻ്റെ പേരിൽ കേരള ഭരണകൂടം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായൊരു നിലപാട് എടുക്കും എന്ന് വിശ്വസിക്കുന്നു. വനിതകളെ ഇന്ന് മഹാസംഗമമാണ്. സംസ്ഥാനത്ത് എല്ലായിടങ്ങളിൽ നിന്നുള്ള ആശമാർ പങ്കെടുക്കും. അതേ സാംസ്കാരിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വനിതാ സംഘമാണ്. ഞങ്ങൾ ആശാ വർക്കേഴ്സ്, അതായത് കേരളത്തിലെ 14 ജില്ലയിൽ നിന്നുള്ള ആശാ വർക്കേഴ്സ് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കോട്ടയത്ത് വരെ ഇന്നലെ രാത്രി വന്ന് തൃശ്ശൂരുകാരെത്തി, പല ജില്ലയിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. കാരണം ദൂരെ കൂടുതലും പൈസയുടെ ബുദ്ധിമുട്ടും കൊണ്ടാണ് മിക്കവരും വരാൻ ഉള്ള പ്രയാസമാണ്. അവരുടെ മനസ്സെല്ലാം ഞങ്ങളോട് കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് 27 ദിവസമായിട്ടും ഈ വെയിലും മഴയും സഹിച്ച് ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹാംലെറ്റ് ആശമാർ വളരെ ബുദ്ധിമുട്ട്. ഈ ആനയും കരടിയും പുലിയും ഒക്കെ ഉള്ള മേഖലയിൽ നിന്നാണ് അവർ പണിക്ക് വരുന്നത്. ഞാനൊക്കെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആശയായതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി ഭാരം ഉണ്ടെങ്കിലും അതേപോലെ ഹൈ റിസ്ക് അല്ല ഞങ്ങൾക്ക്. അവരാണ് ഈ ഹൈ റിസ്ക് ഡ്യൂട്ടി ചെയ്യുന്നവർ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് ഉണ്ടോ, ആ പദ്ധതിയിൽ ചേർത്തു ഈ പദ്ധതിയിൽ ചേർത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആശയ്ക്ക് പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഉണ്ടാവണം, നമുക്ക് പ്രത്യേക സ്കീമുകൾ ഉണ്ടാവണം, ഞങ്ങൾക്ക് പെൻഷൻ തരണം. ഞങ്ങൾ 62 വയസ്സാകുമ്പോഴത്തേക്ക് വെറുതെ പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യം നൽകി പെൻഷനും നൽകി ഞങ്ങളെ നല്ല മനസ്സോടുകൂടി സർക്കാർ പറഞ്ഞയക്കണം. കാരണം ഞങ്ങൾ ഈ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ അത് എത്രത്തോളം ഉണ്ടെന്ന് കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ ആശമാരെക്കുറിച്ച് പൊതുസമൂഹം അറിയുന്നത്. സർക്കാരിനേക്കാളും അറിഞ്ഞത് ജനങ്ങളിലൂടെ ആശമാർ അവർക്ക് നേടിക്കൊടുത്ത ഞങ്ങളുടെ പേരും പറഞ്ഞാണ് അവർ രണ്ടാമത്തെ സർക്കാർ അധികാരത്തിൽ വന്നത് തന്നെ. കാരണം ഏറ്റവും കുറഞ്ഞ മരണം നടന്നത് കേരളത്തിലാണെന്നും ശിശു മരണം കുറവായിരുന്നു നമ്മുടെ കേരളത്തിലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ?
ഞങ്ങൾ ഈ 17 കൊല്ലമായിട്ടുള്ള ഞങ്ങളുടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം യഥാസമയം ഞങ്ങൾ വാക്സിനേഷൻ നൽകുമായിരുന്നു. അപ്പോൾ രോഗപ്രതിരോധ ശേഷി അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കോവിഡ് വന്നപ്പോഴും ഇവിടെ ശിശുമരണം കുറവായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവിടെ ശിശുമരണം കുറവായിരുന്നു. എന്തുകൊണ്ടാണ്? കുട്ടികളുടെ പാരൻസ് മറന്നുപോയാൽ യഥാസമയം ഞങ്ങൾ ഈ വാക്സിൻ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തുച്ഛമായ പൈസയാണ് അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ പോലും ഞങ്ങൾ അവരെ മാറ്റി നിർത്താറില്ല. എല്ലാ വാക്സിനും അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഗർഭിണിയാവട്ടെ, കുട്ടിയാവട്ടെ, വയസ്സായവരാവട്ടെ, പാലിയേറ്റീവിനെയൊക്കെ ഞങ്ങൾ വിളിച്ച് മരുന്ന് കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം വാക്സിനേഷൻ എടുപ്പിച്ചായിരുന്നു. കോവിഡ് വാക്സിൻ കൊടുത്തായിരുന്നു. വീടുകളിൽ കൊണ്ടുപോയാണ് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് മരണം ഒഴിവാക്കാൻ പറ്റി. അപ്പോൾ അത്രത്തോളം ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ഇടയിൽ ഇഴുകി ജീവിക്കുന്നവരാണ്. ഒരു രാഷ്ട്രീയ പ്രതിനിധിയെക്കാളും ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ഇടപഴകുന്നത് ആശാ വർക്കേഴ്സാണ്. തീർച്ചയായും ടിൻഡു, പ്രതികരണങ്ങൾ നിരവധി പൂർത്തിയാക്കുക. വരും മണിക്കൂറുകളിൽ നമുക്ക് ഇവരുടെ സമര പന്തലിലേക്കും കാഴ്ചകളിലേക്കും സമര കാഴ്ചകളിലേക്കും ഒക്കെ മടങ്ങിയെത്താം. നമുക്ക് ശ്രീ ഗണേഷ് കുമാർ, നമ്മുടെ പ്രേക്ഷകൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വീണയുടെ മാത്രം ആരോഗ്യക്ഷേമ വനിതാ ദിനാചരണം ഈ വീണയല്ല, നമ്മുടെ ആരോഗ്യമന്ത്രിയെ കുറിച്ചാണ്. ശരി, എന്തായാലും ഇതൊരു വലിയ ആശങ്ക കൂടിയാണ്. കാരണം ആരോഗ്യ വകുപ്പ് കൈയാളുന്നത് ഒരു വനിതയായിട്ട് ഈ വനിതകളുടെ സമരത്തിന് നേരെ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകിയേ മതിയാവും. എന്തായാലും ഇന്ന് മഹാസംഗമം ആ വേദിയിൽ, ആ സമര പന്തലിൽ നടക്കാനിരിക്കുകയാണ്. തത്സമയ കാഴ്ചകളിൽ ജനം TV യും ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടെ ഉണ്ടാകും.